ജാപ്പാനീസ് വീടുകൾ എപ്പോഴും ഇത്രയും വൃത്തിയായി കിടക്കാൻ കാരണമെന്ത് നിങ്ങൾക്കറിയാമോ? സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഒക്കെ ജാപ്പാനീസ് വീടുകളുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. കുട്ടികളുള്ള വീടാണെങ്കിൽ പോലും ഒരൊറ്റ സാധനം പോലും അവിടെ അലങ്കോലമായി കിടക്കില്ല. അവർ എങ്ങനെയാണ് ഇത് സാധിച്ചെടുക്കുന്നത്? നമ്മളെപ്പോലെ ദിവസവും മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് വൃത്തിയാക്കുന്നത് കൊണ്ടാണോ ഇത്? അല്ലേ അല്ല. ജാപ്പാനീസ് ആളുകൾ വൃത്തിയാക്കൽ എന്നത് വെറുമൊരു ജോലിയല്ല, അത് അവരുടെ ജീവിത രീതിയാണ്, ഒരു കലയാണ്. എന്താണ് ഈ ജാപ്പാനീസ് ക്ലീനിങ് എന്നും അവരിൽ നിന്ന് നമ്മുടെ വീടുകൾ സുന്ദരമാക്കാൻ നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ജാപ്പാനീസ് ക്ലീനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ലോകമെമ്പാടും പ്രശസ്തമായ ഒന്നാണ് മേരി കൊണ്ടോയുടെ കോൺമാരി രീതി. ഇതിന്റെ പ്രധാന നിയമം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മുറികൾ ഓരോന്നായി വൃത്തിയാക്കുകയല്ല, പകരം സാധനങ്ങളുടെ വിഭാഗങ്ങൾ തിരിച്ച് വൃത്തിയാക്കുക എന്നതാണ്. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് വസ്ത്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ വസ്ത്രങ്ങളും ഒരുമിച്ച് ഒരിടത്തേക്ക് മാറ്റുക. ഇനി ഇതിൽ നിന്ന് ഓരോ വസ്ത്രവും കയ്യിലെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്പാർക്ക് ജോയ് അല്ലെങ്കിൽ സന്തോഷം തരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ ഇത്രയും നാൾ അത് തന്ന സൗകര്യത്തിന് അതിനോട് മനസ്സിൽ നന്ദി പറഞ്ഞ് അത് ഒഴിവാക്കുക. അടുത്തത് ജാപ്പാനീസ് അടുക്കളകളുടെ രഹസ്യമാണ്. അവരുടെ അടുക്കളകളിൽ മിനിമലിസം കാണാം, അതായത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം, അവരുടെ കൗണ്ടർ ടോപ്പിൽ മിക്സികളോ മസാല കുപ്പികളോ ഒന്നും കാണില്ല, എല്ലാം ക്യാബിനറ്റുകളുടെ ഉള്ളിലായിരിക്കും. കൗണ്ടർ ടോപ്പ് എപ്പോഴും കാലിയായി കിടക്കും. ജാപ്പാനീസ് സംസ്കാരത്തിന്റെ ഒസൂജി എന്നൊരു പാരമ്പര്യമുണ്ട്. വലിയ വൃത്തിയാക്കൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അവർ വർഷാവസാനം വീടിന്റെ മേൽക്കൂര മുതൽ തറ വരെയും സാധാരണ കൈയെത്താത്ത എല്ലാ കോണുകളും ഈ രീതിയിൽ വൃത്തിയാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മോശം ഓർമ്മകളെയും അഴുക്കിനെയും പുറന്തള്ളി പുതിയ വർഷത്തെ നല്ല ഊർജത്തോടെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കൽ ഇതുപോലെ ആഴത്തിൽ, അതായത് ഡീപ് ക്ലീൻ ഒരു ഒസൂജി ചെയ്യുന്നത് വീട് എപ്പോഴും പുതിയതുപോലെ നിലനിർത്താൻ സഹായിക്കും. വീട് ഒരിക്കൽ വലിയ രീതിയിൽ വൃത്തിയാക്കിയാൽ പോരാ, അത് എപ്പോഴും അങ്ങനെ നിലനിർത്തണം. അതിനാണ് ജാപ്പാനീസ് ആളുകൾ ദിവസവും സൗജി ചെയ്യുന്നത്. ജാപ്പാനീസ് സ്കൂളുകളിലും ഓഫീസുകളിലും കുട്ടികളും ജീവനക്കാരും ചേർന്ന് ദിവസവും 15 മിനിറ്റ് സ്വന്തം ഇടം വൃത്തിയാക്കാറുണ്ട്. ഇത് അവർക്ക് അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും നൽകുന്നു. നമ്മുടെ വീട്ടിലും ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ടൈമർ വെച്ച് സൗജി ചെയ്യാം. എടുത്ത സാധനങ്ങൾ അതിന്റെ സ്ഥാനത്ത് വെക്കുക. ഒരു വട്ടം തറ തുടയ്ക്കുക. കുട്ടികളെയും ഇതിൽ പങ്കാളികളാക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഉണരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡായിരിക്കും. ജാപ്പാനീസ് ക്ലീനിങ് എന്നാൽ വെറും പൊടികളയൽ മാത്രമല്ല, അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും ഉള്ള സാധനങ്ങളെ സ്നേഹത്തോടെയും കൃതജ്ഞതയോടെയും പരിപാലിക്കാനും പഠിപ്പിക്കുന്ന ഒരു കലയാണ്. വലിയ പൈസ ചിലവില്ലാതെ ഈ രീതികൾ ഉപയോഗിച്ച് നമ്മുടെ വീട് എത്ര അടിപൊളിയാക്കാൻ പറ്റിയെന്ന് കണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വൃത്തിയാക്കാൻ വലിയൊരു ഇൻസ്പിറേഷൻ തന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഹോം ക്ലീനിങ് ഓഫ് ലൈഫ് സ്റ്റൈൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.